ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രണ്ട് ബ്രാഞ്ചുകൾ തമ്മിൽ അതിൻ്റെ ട്രാൻസ്ഫർ കാര്യങ്ങളാണ് നോക്കുന്നത്. ബ്രാഞ്ച് ട്രാൻസ്ഫർ ഔട്ട്, ബ്രാഞ്ച് ട്രാൻസ്ഫർ ഇന്ന്. അതങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മളൊരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അക്കൗണ്ട്സ് ഇൻഫോയിൽ അവിടെ വൗച്ചർ ടൈപ്പ് ഉണ്ട്, സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ബ്രാഞ്ച് ഔട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ബ്രാഞ്ച് ഔട്ട് എപ്പോഴും സെയിൽസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. സെയിൽസ് സെലക്ട് ചെയ്ത് നമ്പർ ഓട്ടോമാറ്റിക്കലി മതി. ഇവിടെ നമുക്കൊരു ഡിഫോൾട്ട് ടൈറ്റിൽ പ്രിൻ്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ക്ലാസ് കൊടുക്കണം, ബ്രാഞ്ച് ഔട്ട് കൊടുക്കണം. എക്സ്ക്ലൂഡ് ഗ്രൂപ്പ്, നമുക്ക് ഈ ഗ്രൂപ്പുകളൊന്നും ആവശ്യമില്ല, അതൊക്കെ നമ്മൾ ഡിസേബിൾ ചെയ്യണം. ബ്രാഞ്ച് ഓർ ഡിവിഷൻ, ഓക്കെ, സെലക്ട് ചെയ്തു. ഇവിടെ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം നമുക്ക്. ബ്രാഞ്ച് ഔട്ട് ഓൾട്ട് സി അടിച്ചിട്ട് ബ്രാഞ്ച് ഔട്ട്. സെയിൽസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. എസ് കൊടുക്കണം. ഇവിടെ GST ഡീറ്റെയിൽസ് എസ് കൊടുക്കണം. സോറി, നോ കൊടുത്താൽ മതി. GST ഡീറ്റെയിൽസ് എസ് കൊടുക്കുക. എസ് കൊടുത്തതിന് ശേഷം ഇവിടെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ കാണാം. അത് നമ്മൾ ബ്രാഞ്ച് ട്രാൻസ്ഫർ ഔട്ട് വേഡ് ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട്, ഞാൻ സെലക്ട് ചെയ്യും. ഓക്കെ, സേവ് ചെയ്യാം. ഗുഡ്സ് സേവ് ചെയ്യാം. ഇനി നമ്മളൊരു ബ്രാഞ്ച് ഔട്ട് ഇട്ട് നോക്കാം. F8 ആണ് ബ്രാഞ്ച് ഔട്ടിന്. ഇവിടെ നമുക്ക് സെയിൽസിൻ്റെ ഒപ്പം ബ്രാഞ്ച് ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. സെലക്ട് ചെയ്യുന്നു. ഇവിടെ പാർട്ടിനെ നോക്കുമ്പോൾ ഒന്നും കാണിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്രാഞ്ചും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യണം. GST ട്രയൽ ബ്രാഞ്ച്. ഓക്കെ, ഇതിൻ്റെ അണ്ടർ എപ്പോഴും ബ്രാഞ്ച് ആയിരിക്കണം. ബ്രാഞ്ച് ഓർ ഡിവിഷൻ. സേവ് ചെയ്യുക, വേറെ ഒന്നുമില്ല. അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, സേവ് ചെയ്യുക. ക്വാണ്ടിറ്റി, ഓക്കെ. ഇതിവിടെ ബ്രാഞ്ച് ഔട്ടിൽ ടാക്സ് കാര്യങ്ങൾ വരില്ല, എമൗണ്ട് ഇവിടെ റിഫ്ലക്റ്റ് ആവുകയില്ല. സേവ് ചെയ്യുക. പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈറ്റിൽ ബ്രാഞ്ച് ഔട്ട് എന്ന് കറക്റ്റ് കാണിക്കും. അതുപോലെ HSM കോഡ് ഉണ്ടായിരിക്കും. ഇതാണ് ബ്രാഞ്ച് ഔട്ടിൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. ഇത് വെച്ച് നമുക്ക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി സെയിം തിങ് നമുക്കൊരു ഈ ബ്രാഞ്ച് ഔട്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ബ്രാഞ്ചിൽ നമ്മളത് ഇന്നിടണമല്ലോ. ഒരു ബ്രാഞ്ചിന് എങ്ങനെ ഇടുന്നു നോക്കാം. അതിന് നമ്മളൊരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. അക്കൗണ്ട് വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ്, ബ്രാഞ്ച് ഇൻ സെയിൽസ്. ഓക്കെ, പ്രിൻ്റ് ഇത് എസ് കൊടുക്കാം. ഡിഫോൾട്ട് ബ്രാഞ്ച് ട്രാൻസ്ഫർ. ഓക്കെ, ബ്രാഞ്ച് ഇൻ ക്ലാസ്. സെയിം ഇതിൽ നമ്മൾ ബ്രാഞ്ച് മാത്രം എനേബിൾ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സെലക്ഷൻ എളുപ്പം കിട്ടും. ബ്രാഞ്ച് ഇൻ ഇവിടെ നമ്മളൊരു ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു
ലെഡ്ജറും കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഇത് ക്രിയേറ്റ് ചെയ്യണം. ബ്രാഞ്ചിന് എപ്പോഴും പർച്ചേസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ട്. GST ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഇതാ ഫസ്റ്റ് തന്നെ എടുപ്പോണ്ട് ബ്രാഞ്ച് ട്രാൻസ്ഫർ ഇൻവേഡ് സേവ് ചെയ്യണം. ഗുഡ്സ് ഓക്കെ സേവ് ചെയ്തു. ബ്രാഞ്ചിൽ സെലക്ട് ചെയ്തു സേവ് ചെയ്യുന്നു. ഓക്കെ, നമുക്കൊന്ന് എൻട്രി ചെയ്ത് നോക്കാം. ഇതും ബ്രാഞ്ചിന് പർച്ചേസ് സെയിം ആസ് പർച്ചേസ്. അപ്പോൾ F9. ഓക്കെ, ഇവിടെ നമുക്ക് വൗച്ചർ ടൈപ്പ് കാണാൻ പറ്റും. സേവ് ചെയ്യാം. ഇവിടെ ബ്രാഞ്ച് ഏത് ബ്രാഞ്ചാണെന്ന് സെലക്ട് ചെയ്യുന്നു. ഐറ്റം ഓക്കെ, ഇത്രയാണ് ബ്രാഞ്ച് ട്രാൻസ്ഫർ ഇന്നും ബ്രാഞ്ച് ട്രാൻസ്ഫർ ഔട്ടും. ഇത് കറക്റ്റ് നമുക്ക് സ്റ്റോക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാ മെറ്റീരിയൽ ഔട്ട്വേഡ് ഫസ്റ്റ് നമ്മൾ ചെയ്തത് കാണിക്കും. അതുപോലെ മെറ്റീരിയൽ എൻട്രി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ബ്രാഞ്ച് ട്രാൻസ്ഫർ ആൻഡ് ബ്രാഞ്ചിന് എൻട്രി ചെയ്യേണ്ട മെത്തേഡ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങളൊന്ന് അറിയിക്കുക. വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. എപ്പോഴും നമ്മളത് ഒന്ന് ടാലി എഡ്യൂക്കേഷൻ മോഡ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകണം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് ടാലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറി കഴിയും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.